ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇറച്ചി വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചിയാണ്. നമ്മളിതിൽ ഉപ്പ്, അതുപോലെ ഇറച്ചി മസാല ചേർത്തിട്ട് വേവിച്ചിട്ടുള്ള ഇറച്ചിയാണ്. അത് നന്നായിട്ട് മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പൊടിയായിട്ടൊന്ന് കറക്കിയെടുക്കുക. ആ ബീഫാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് ഞാൻ ഇറച്ചി മസാലയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ മുളകും മഞ്ഞളും മല്ലിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ഇറച്ചി വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 കോഴിമുട്ട ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ മൈദ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഓരോന്ന് എടുത്തിട്ട് മുട്ടയുടെ ആ ഒരു മിക്സിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു പാനിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. എത്ര ലെയർ വേണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇനി അടുത്ത ചപ്പാത്തി എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ബീഫിൻ്റെ ആ ഒരു മസാല വെക്കുക. അങ്ങനെ ലെയറുകളായിട്ട് നമ്മൾ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. മസാല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വഴറ്റാൻ മാത്രമേ എണ്ണ എടുത്തു, അതുപോലെ പാനിലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ലെയറുകളായിട്ട് ഓരോന്നും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ബീഫിൻ്റെ ഈ ഒരു മസാല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ മസാല റെഡിയാക്കി എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും വെച്ചിട്ട് മസാല ഉണ്ടാക്കുക. അതുപോലെ സ്വീറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഒക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ബാക്കി വന്നിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 ചപ്പാത്തി വെച്ചിട്ടാണ് ലെയറുകളാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് കസ്കസാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കസ്കസ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ചെറിയ തീയിലാണ് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചിട്ട് നമ്മളിത് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം ഒരു 5-6 മിനിറ്റും കൂടെ നമ്മൾ വേവിച്ചാൽ നമ്മുടെ ഈ ഒരു പത്തിരി റെഡിയായി കിട്ടും. അപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 6 മിനിറ്റും കൂടെ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്കിത് മുറിച്ച് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.